മെട്രോന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ക്രിസ്തീയ കുടുംബത്തിൻ്റെ മുഖവരയായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡിൽ ഇതൊരു കലാമിറ്റി അല്ല, ഇതൊരു വിധിയല്ല, ദൈവം ഉദ്ദേശിച്ച പദ്ധതിയാണ് എന്നുള്ള ചിന്തയാണ് പറഞ്ഞത്. സദൃശ്യവാക്യത്തിൽ കുടുംബത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പ്രത്യേകിച്ചും സ്ത്രീയെക്കുറിച്ചും പുരുഷനെക്കുറിച്ചും ശലോമോൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് പിന്നെ നമ്മൾ ഓരോന്ന് ഡീറ്റെയിൽഡായി ചിന്തിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ആണല്ലോ. പ്രത്യേകിച്ച് സദൃശ്യവാക്യം 31:10 വാക്യത്തിലൊക്കെയാണ് പറയുന്നത്, സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും, അവളുടെ വില മുത്തുകളിൽ വേറും. അവിടെ സാമർഥ്യമുള്ളതെന്ന് പറഞ്ഞാൽ വിർച്വസ് വുമൺ, ഗുഡ് വൈഫ് എന്നൊക്കെയാണ് പറയുന്നത്. അത് അവൾ ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു, അവൻ്റെ ലാഭത്തിനൊരു കുറവുമില്ല. ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു, അവൻ്റെ ലാഭത്തിന്. എന്ന് വെച്ചാൽ ഇവിടെ പഴയ നിയമത്തിലെല്ലാം തന്നെ ബ്രെഡ് ഏണർ എന്ന് പറയുന്നത് പുരുഷനായിരുന്നു. രാവിലെ തന്നെ ദൂരദേശത്തേക്ക് ബിസിനസ്സിനായിട്ടോ അല്ലെങ്കിൽ ജീവിതത്തിലെ ഏൺ ചെയ്യാനായിട്ട് പോകുമ്പോഴേ ഭാര്യ ആ ഭവനത്തിൻ്റെ കേപ്പബിളായി ആ ഭവനത്തെ സൂക്ഷിക്കുകയും, അതിനകത്ത് 31 താഴോട്ടുള്ള വാക്യങ്ങളിൽ എന്തൊക്കെയാണ് അവൾ ചെയ്യുന്നതെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊന്നും ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. അന്നേരം കേപ്പബിളായിട്ട് ആ ഭവനത്തെ നോക്കുകയും അവളുടെ ഇൻറ്റഗ്രിറ്റി ആൻഡ് എബിലിറ്റി, അതിലുള്ള വിശ്വാസമാണ് അതിൽ കാണുന്നത്. ഇത് ചാരിത്രത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യമല്ല. അവൻ അവളെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പോകുമ്പോഴേ അവൾ അവിടെ ഭവനം പണിയുന്നു, ഭവനം നോക്കുന്നു, നോക്കി നടത്തുന്നു എന്നുള്ള രീതിയിലാണ് സാമർഥ്യമുള്ള ഭാര്യ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, രൂത്തിൻ്റെ പുസ്തകത്തിൽ റേച്ചലും ലേയും അവരല്ലോ ഇസ്രായേൽ ഗൃഹം പണിഞ്ഞത് എന്ന് എഴുതിയിരിക്കുന്നു. യാക്കോബല്ല പണിഞ്ഞത്. യാക്കോബിൻ്റെ ഗോത്രങ്ങളായിട്ട് പിന്നെ വന്നെങ്കിലും യാക്കോബല്ല പണിഞ്ഞത് റേച്ചലും ലേയുമാണ്. അതാണ് പണ്ട് ഒരു അപ്പച്ചൻ ഞാൻ പറഞ്ഞത്, ഒരു സ്ത്രീ നന്നായാൽ ഒരു കുടുംബം നന്നാവും എന്നുള്ള. പുരുഷൻ നന്നാവത്തില്ലേ എന്ന് നിങ്ങൾ ചോദിക്കാം. എന്നാൽ അങ്ങനെയല്ല, പുരുഷൻ നന്നായാലും നന്നാവും. എന്നാൽ സ്ത്രീക്ക് ഒരു കുടുംബം പണിയുന്നതിൽ വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് മറന്നുപോലെ. ബൈബിള് തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം, ബൈബിളിലെല്ലാം തന്നെ കുടുംബത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഈ പ്രോവർബ്സ് അല്ലെങ്കിൽ സദൃശ്യവാക്യം ഈ ഭക്തിയായ സ്ത്രീയെക്കുറിച്ച് 31 അധ്യായത്തിൽ പ്രശംസിച്ചുകൊണ്ടാണ് അത് അവസാനിക്കുന്നത്. വേദപുസ്തകത്തിൽ എടുത്തു നോക്കിയാൽ കുടുംബത്തിന് പ്രാധാന്യമുണ്ട്. കാരണം ഗോഡ് ഈസ് എ ഫാമിലി മേക്കർ, ഹീ ഈസ് ദ ഡിസൈനർ ഓഫ് ദ മാരേജ്. ദൈവമാണ് മാരേജ് ഡിസൈൻ ചെയ്തത്. ബൈബിൾ ആരംഭിക്കുന്നത് തന്നെ ഒരു വിവാഹ കഥയോടുകൂടിയാണ് ബൈബിൾ ആരംഭിക്കുന്നത്. ആദാമിൻ്റെയും ഹവ്വായുടെയും വിവാഹം അല്ലേ, ആദ്യം തുടങ്ങുന്നത് അങ്ങനെയാണ് ആരംഭിക്കുന്നത്. അതുപോലെ തലമുറയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ സാധാരണ നമ്മളൊരു കുടുംബചരിത്രമൊക്കെ എഴുതുമ്പോൾ അതിനകത്തൊരു ആളുടെ അച്ചീവ്മെൻറ്റിനെ കുറിച്ചല്ലേ പറയുന്നത്. അയാൾ എന്ത് ചെയ്തു, എന്ത് നടത്തി എന്നുള്ള ചില അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, മക്കളുടെ പേര് പറഞ്ഞാണ് ഇത് പോകുന്നത്. അബ്രഹാം ഇസാക്കിനെ ജനിപ്പിച്ചു, ഇസാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. ഇങ്ങനെ മക്കളുടെ പേര് പറഞ്ഞു പോകുമ്പോഴേ ദൈവത്തിന് കുടുംബത്തിന് എത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുക. അത് മാത്രമല്ല, പുരുഷന്മാരെ മാത്രമല്ല സ്ത്രീകളെയും തന്നെ ആ ജീനിയോളജിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ മക്കളെ ദൈവം തിരഞ്ഞെടുത്തു, ദൈവത്തിൻ്റെ ജനമായി തിരഞ്ഞെടുത്തിട്ട് ഗോഡ് കോൾ ഹിംസെൽഫ് ആസ് ദ ഹസ്ബൻഡ് ഓഫ് ദ ചർച്ച്, അങ്ങനെയാണ് പറയുന്നത്. ഈ ഇസ്രായേൽ സഭയുടെ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ഭർത്താവായിട്ട് ദൈവം തന്നെ വിളിക്കുന്നതായിട്ട് കാണും, തന്നെ അങ്ങനെ ചിത്രീകരിച്ച് കാണുന്നുണ്ട്. യേശുവും സഭയും തമ്മിലുള്ള ബന്ധം, യേശുവും സഭയും ഭാര്യ ഭർത്ത ബന്ധവുമായിട്ട് ബന്ധപ്പെടുത്തി ചിത്രീകരിച്ച് കാണുന്നു. ഉത്തമഗീതത്തിലെ ഭാര്യ ഭർത്ത ബന്ധത്തെക്കുറിച്ച് എത്ര മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് കാണും. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്ന സമയത്ത് ആദ്യമായിട്ടുള്ള മിറക്കിള് യേശുക്രിസ്തു നടത്തിയത് കാനാവിലെ കല്യാണത്തിലാണ്.
അത് ഒരു വിവാഹ ഭവനമാണ്. അത് ശ്രദ്ധിക്കുക, ആദ്യത്തെ മിറക്കിള് ഒരു വിവാഹ ഭവനത്തിൽ യേശുക്രിസ്തു തിരഞ്ഞെടുത്തു എന്ന് നമ്മളെ കാണും. മാത്രവുമല്ല, കല്യാണ വിരുന്നിൻ്റെ ഉപമകൾ ഒരുപാടെടുത്ത് ബൈബിളിൽ പറയുന്നുണ്ട്. സ്വർഗീയ വിരുന്നിൽ കല്യാണ വസ്ത്രം ധരിക്കാതെ വരുന്ന വ്യക്തിയെ പുറത്താക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കല്യാണത്തിൻ്റെ പ്രാധാന്യം അതിൽ ഒരുപാട് വ്യക്തമാക്കുന്നുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട്, ഏറ്റവും അവസാനമുള്ളതാണ് വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിലെല്ലാം തന്നെ കല്യാണത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. സഭ എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ഫാമിലിയുടെ പ്രാധാന്യം അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗോഡ് ഈസ് എ ഫാമിലി മേക്കർ. നമ്മുടെ കുടുംബത്തെ ഉണ്ടാക്കാൻ ദൈവത്തെ നാം അനുവദിക്കുകയാണെങ്കിൽ അത് ഗ്യാരൻറ്റീഡാണ്. ഗ്യാരൻറ്റീഡ് എന്ന് പറഞ്ഞാൽ ഒരു ചൈന സാധനം പോലെ അല്ല. ചൈന സാധനം നമ്മൾ വാങ്ങുമ്പോൾ അറിയാം, വിലയൊക്കെ കുറവായിരിക്കും. എന്നാൽ വാങ്ങിച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അത് പ്രവർത്തിക്കത്തില്ല. തിരിച്ച് അത് കൊടുക്കാനായിട്ട് വരുമ്പോഴാ കടയും കാണത്തില്ല. ചൈന സാധനം അങ്ങനെയാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ദൈവത്തെ പണിയാൻ ഏൽപ്പിച്ചാൽ, യോജിപ്പിക്കുന്നത് ദൈവമാണെങ്കിൽ ദൈവം അത് പണിഞ്ഞ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും. അത് ഗ്യാരൻറ്റീഡാണ്. 127 സങ്കീർത്തനത്തിലെ യഹോവ ഭവനം പണിയാതിരുന്നാൽ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റാണ്. അതുകൊണ്ട് പണിയെ മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചാണ്, പണിയുന്നതിനോടൊപ്പം തന്നെ ഇത് നന്നായിട്ട് കൊണ്ടുപോകണം എന്നും ദൈവം ആഗ്രഹിക്കുന്നു. ഇതങ്ങ് യോജിപ്പിച്ചങ്ങ് വിട്ടാൽ മാത്രം പോരാ, അത് കൊണ്ടുപോവുകയും ചെയ്യണം. അതിന് ദൈവം തന്നിരിക്കുന്ന ഒരു മാനുവലാണ്, മാനുവൽ ഓഫ് ഓപ്പറേഷൻ. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ ആ സാധനം ഏത് രീതിയിൽ വിനിയോഗിക്കണം എന്ന് പറഞ്ഞിട്ടൊരു മാനുവൽ ഉണ്ടാവുമല്ലോ. ഒരു ഫ്രിഡ്ജ്, ഒരു വാഷിംഗ് മെഷീൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചാൽ, അന്നേരം അതുപോലെ ബൈബിള് ഒരു മാനുവലായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് അതെല്ലാവർക്കും ഉള്ളതാണ്. അത് വിശ്വാസി എന്ന് മാത്രമല്ല, അതെല്ലാവർക്കും ഉള്ളതാണ്. എപ്പോഴും നമ്മൾ പഠിക്കുന്ന, ചെറുപ്പത്തിലെ പഠിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ബൈബിൾ ബുക്ക് എന്ന് പറയുന്നത് ദ ഹോളി ബുക്ക്, ദാറ്റ് ഈസ് ദ ബുക്ക് ഓഫ് ക്രിസ്ത്യൻസ് എന്നാണ് പഠിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, അത് ദൈവത്തിൻ്റെ വചനമാണ്, അതെല്ലാവർക്കും ഉള്ളതാണ്. ഇപ്പോൾ കുറേ പേര് ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയത്. നേരത്തെ അത് ആളുകൾക്ക് അറിയത്തില്ലായിരുന്നു, കുറച്ച് പേർക്കൊക്കെ അറിയാവുള്ളായിരുന്നു. ഇപ്പോൾ ഒരുപാട് പേര് മനസ്സിലാക്കാൻ തുടങ്ങി. ഒരുപാട് പേര് ബൈബിൾ വായിക്കുകയും അത് ചിന്തിക്കുകയും അതിലുള്ള വലിയ മർമ്മങ്ങൾ അവർ കോട്ട് ചെയ്യുകയും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുടുംബജീവിതം ബിബ്ലിക്കലായിട്ട് ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയാൽ അത് ഗ്യാരൻറ്റീഡാണ് എന്ന് മറന്നുപോകും. ദൈവം ഇങ്ങനൊരു ഓപ്പറേറ്റീവ് മാനുവൽ നമുക്ക് തന്നിരിക്കുന്നെങ്കിൽ അതനുസരിച്ച് പോയാൽ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാരൻറ്റി ഉണ്ട്, ഒരു ബ്രേക്കപ്പ് ഉണ്ടാകുകയില്ല. ദൈവം ഇല്ലാത്തവനും ഉള്ളവനും, ദൈവം ഇല്ലെന്ന് പറയുന്നവനും ദൈവം ഉണ്ടെന്ന് പറയുന്നവനും, അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നവനും ദൈവത്തെ അനുസരിക്കുന്നവനും ഈ മാനുവൽ ഫോളോ ചെയ്താൽ കുടുംബം നിലനിന്ന് പോകും. അല്ല, എനിക്ക് അതിനകത്ത് വിശ്വാസമൊന്നുമില്ല, എനിക്ക് തോന്നുന്ന പോലെ അങ്ങ് പോവും എന്ന് പറഞ്ഞാൽ ചിലപ്പം അവിടെയൊക്കെ തകർച്ച ഉണ്ടാവും. നിയമം തെറ്റിച്ചാൽ കുടുംബം തകരും. കാരണം എന്താണ്? ഗോഡ് ഈസ് ദ ഫാമിലി മേക്കർ. പ്രതിസന്ധികൾ ഉണ്ടാകാം. എന്നാൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തോട് കൂടെ നിൽക്കുമ്പോൾ ദൈവം നമ്മളോട് കൂടെ നിൽക്കും. ഇപ്പോൾ നമുക്കറിയാം, ഈ മേശയൊക്കെ പണിയുന്നത് ആരാ? കാർപ്പൻ്ററാണ്. കാർപ്പൻ്റർ മേശ പണിയും, അത് നമുക്ക് തരും. ഓക്കെ, എന്തെങ്കിലും ആ മേശയുടെ കാലം നിളകുകയോ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവുകയോ ഒക്കെ ചെയ്താൽ എന്താ ചെയ്യുന്നത്? നമ്മൾ വീണ്ടും കാർപ്പൻ്ററെ വിളിക്കും അത് റിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ച് കളയും. ഏതെങ്കിലും രണ്ട് കാര്യങ്ങളാണ് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ദൈവം നമ്മുടെ പക്ഷത്താണ്. ദൈവം നമ്മളോട് കൂടെ നിൽക്കുകയാണെങ്കിൽ ഏതെങ്കിലും തകരാറ് വന്നാൽ ദൈവം നമ്മുടെ ഈ തകരാറെല്ലാം മാറ്റി നമ്മളെ റിപ്പയർ ചെയ്ത് കൊണ്ടുവരും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഇത് കേൾക്കുന്നവർ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും തകരാറ് വന്നിട്ട് പ്രയാസം അനുഭവിക്കുന്നെങ്കിൽ പ്രത്യേകിച്ച് ഓർക്കുക, ദൈവം ഇതിനകത്ത് ഒന്ന് പ്രവർത്തിക്കാനായിട്ട് ദൈവത്തിനൊന്ന് വിട്ടുകൊടുത്താൽ ദൈവം അതൊന്ന് റിപ്പയർ ചെയ്ത് നമ്മളെ ഈ എവിടേക്കാണ് പ്രശ്നം വന്നിരിക്കുന്നത് അവിടെ നിന്ന് നമ്മളെ വിടുവിക്കും. ഫാമിലി ഈസ് ദ
ഒരു ശാലയാണ്, ഒരു വർക്ക്ഷോപ്പാണ്. ഫാമിലി ഈസ് ദ വർക്ക്ഷോപ്പ് ഫോർ റിപ്പയർ ചെയ്യാനുള്ളൊരു വർക്ക്ഷോപ്പാണ് ഫാമിലി. കുടുംബത്തിലാണ് റിപ്പയർ ചെയ്യപ്പെടേണ്ടത്. നമുക്കൊരു പ്രയാസം വരുമ്പോൾ പുറത്തല്ലത് പറയേണ്ടത്, അത് കുടുംബത്തിൽ തന്നെ റിപ്പയർ ചെയ്യണം. കുടുംബത്തിൽ റിപ്പയർ ചെയ്യണമെങ്കിൽ കുടുംബത്തിൽ ദൈവം നമ്മളോടൊപ്പം ഉണ്ടാവണം. ദൈവമാണ് ഫാമിലി ഉണ്ടാക്കിയെങ്കിൽ ദൈവം അത് റിപ്പയർ ചെയ്യും. സാധാരണ നമ്മൾ പറയുന്ന മാൻ ആൻഡ് വൈഫ് ടുഗദർ ഫോംസ് ഓഫ് എ ഫാമിലി. എന്നാൽ സൃഷ്ടിയിൽ ദൈവം മനുഷ്യനെ എല്ലാം കൊടുത്താണ് ഇങ്ങോട്ട് വിട്ടത്. സൃഷ്ടിയിലെ മനുഷ്യനെ ഏറ്റവും പ്രധാനപ്പെട്ട മകുടമായി ദൈവം സൃഷ്ടിച്ചതാണ്. സങ്കീർത്തനം 8-ാം അധ്യായത്തിൻ്റെ 3 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നിൻ്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കി ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്തിനെ നീ ഓർക്കേണ്ടവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടവൻ എന്ത് മാത്രം, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. 5-ാം വാക്യത്തിലെ തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നിൻ്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലത്തെയും നീ അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാ കാട്ടിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സ്ഥലത്തെയും തന്നെ. അത് ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം മനുഷ്യനെ ക്രൗൺ വിത്ത് ഗ്ലോറി ആൻഡ് ഹോണർ അവനെ സൃഷ്ടിച്ചപ്പോൾ അവനെല്ലാ തേജസ്സും ബഹുമാനവും അണിയിച്ചു. അവനെ ഒരു അധിപതിയാക്കി, ഒരു റൂളറാക്കി, എല്ലാം അവൻ്റെ കാൽ കീഴാക്കി. അതുകൊണ്ട് മനുഷ്യൻ മൃഗത്തെ പോലെയല്ല ജീവിക്കേണ്ടത്. മൃഗത്തെ പോലെ ജീവിക്കാനായിട്ട് ദൈവസംസർഗമൊന്നും ആവശ്യമില്ല. എന്നാൽ നമ്മൾ അനിമൽസ് അല്ല, നമ്മൾ മൃഗമല്ല. ദൈവം തന്നെ നമ്മളെ സൃഷ്ടിച്ചാക്കിയിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ചും ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കുക. മുഖവരയായിട്ട് പറഞ്ഞതാണ്. ഇന്ന് പറഞ്ഞത് ഞാൻ ഒന്ന് ക്രോഡീകരിച്ചാൽ ഇതാണ്: നമുക്ക് ഒരു മാനുവൽ തന്നിട്ടുണ്ട്. ഈ മാനുവൽ പ്രകാരം നമ്മൾ കുടുംബജീവിതത്തെ നയിച്ചാൽ ഏതെങ്കിലും റിപ്പയർ വന്നാൽ പോലും ദൈവം നമ്മളോട് കൂടെ നിന്ന് നമ്മളെ റിപ്പയർ ചെയ്യും. ഇതാണ് അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ടെന്ന് പറഞ്ഞത്. അതിന് മുമ്പ് പറഞ്ഞത് ദൈവമാണ് കുടുംബത്തെ ഉണ്ടാക്കിയത്. കുടുംബം ബൈബിളിൽ ആദ്യം തൊട്ട് ഉൽപ്പത്തി പുസ്തകം തൊട്ട് അവസാനം വരെ, വെളിപ്പാട് വരെ കുടുംബത്തെക്കുറിച്ചും കല്യാണത്തെക്കുറിച്ചും കല്യാണ വിരുന്നിനെക്കുറിച്ചും എല്ലാം പറയുന്ന ഭാഗങ്ങൾ നമ്മളെടുത്ത് പറഞ്ഞു. മനുഷ്യനെ ദൈവം ഉണ്ടാക്കി കുടുംബമായിട്ട് സ്ഥാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ എന്താണ് പർപ്പസ് എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം. എന്തിനാണ് മനുഷ്യനെ കുടുംബമായിട്ട് സ്ഥാപിച്ചിരിക്കുന്നതെന്നുള്ള അടുത്ത എപ്പിസോഡിൽ പറയാം. മനുഷ്യൻ്റെ ക്രിയേഷനെക്കുറിച്ചും എങ്ങനെയാണ് പുരുഷനെയും സ്ത്രീയെ ഉണ്ടാക്കിയതെന്നും എല്ലാം പറയാം. തീർച്ചയായും ഇത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഇത് നമുക്ക് പ്രയോജനമായി തീർന്നു എന്ന് വിചാരിക്കുന്നു. തുടർന്ന് ഇത് വാച്ച്ഫുള്ളായിട്ടിരിക്കുക. ഇതിൽ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് പ്രയോജനമായി തീരും എന്ന് ദൈവസന്നിധിയിൽ ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നീ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യം ഞങ്ങൾ മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ കുടുംബങ്ങളായിട്ട് ദൈവസന്നിധിയിലെ കർത്താവെ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ജീവിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ, ഇടവരുത്തണമേ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ അത് സമർപ്പിച്ച് കർത്താവെ അതിൽ നിന്ന് കർത്താവെ റിപ്പയർ ആവശ്യമുള്ളതൊക്കെ റിപ്പയർ ചെയ്യുവാനായിട്ട് ആരെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ അങ്ങനെ ഒരു പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നെങ്കിൽ അവരെ അത് കർത്താവിൽ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടവർക്ക് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. വാട്സാപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇടുകയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ ഇത് പലർക്കും പ്രയോജനമായി തീരും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യണം. ഏതെങ്കിലും മിസ് ചെയ്ത് പോയെങ്കിൽ പ്രീവിയസ് എപ്പിസോഡ് എടുത്ത് നിങ്ങൾ വാച്ച് ചെയ്യണം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.